ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ആന്തൂറിയം ഫ്ലവർ പ്ലാന്റിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഇതിനകത്ത് നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമുക്കിതിന് ആദ്യം ആവശ്യമുള്ളത് ആന്തൂറിയ ഇലേൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഇലയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കുരുമുളകിൻ്റെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറ്റേൻ്റെയോ എടുക്കാം. അതും ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇല എടുത്തിട്ട് ഒരു ചെറിയ ഇല എടുക്കുക കേട്ടോ. നമ്മുടെ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒതുങ്ങുന്ന തരത്തിലുള്ള എടുക്കുക. എന്നിട്ട് ടിഷ്യൂ പേപ്പർ നാലായിട്ട് കീറി ഓരോ ലെയർ വെച്ച് ഞാൻ ഫെവിക്കോളിനകത്ത് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് തേച്ച് കൊടുക്കുന്നത്. തേക്കുമ്പോൾ പതുക്കിനെ തേച്ച് കൊടുക്കുക, അല്ല ചിലപ്പോൾ പേപ്പർ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി പതുക്കിനെ ഇങ്ങനെയെല്ലാം 5 ലെയറോടെ വെക്കുക കേട്ടോ, എന്നാലേ നമുക്ക് കറക്റ്റ് തിക്നെസ് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇതേപോലെ പതുക്കിനെ വലിച്ചിളക്കി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 15-16 ഇലകളോട് എടുത്തിട്ടുണ്ട്. കാര്യം നമുക്ക് ഒരു കറക്റ്റ് ഒരു കുറച്ചധികം ഇരിക്കുമ്പോൾ നല്ല ഭംഗിയില്ല കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലവർ ആയിട്ടുള്ള ആവശ്യമുള്ള ആ ഒരു ഇലയ്ക്ക് നമ്മൾ റോസ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്, ഫ്ലവറിന് വേണ്ടിയിട്ടുള്ളത്. ബാക്കി അതിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ലീഫിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലീഫിനുള്ളതും ഫ്ലവറിനുള്ളതും ഞാനിവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും. ഇനി അതിൻ്റെ തണ്ടിന് വേണ്ടിയിട്ട് ഞാൻ നൂൽക്കമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ മാസ്കിംഗ് ടേപ്പ് ചുറ്റി കൊടുത്തിട്ട് കളർ ചെയ്യുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാസ്കിംഗ് ടേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിനകത്ത് ഗ്രീൻ കളർ അടിച്ചിട്ട് അത് ചുറ്റി കൊടുക്കാവുന്നതാണ്. അടുത്തത് വെച്ചാൽ ആന്തൂര്യത്തിൻ്റെ സെൻട്രലായിട്ട് ഒരു സംഭവമുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പിങ്ക് കളർ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്, ഒരു ലൈറ്റ് പിങ്ക് കളറ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു തണ്ടിനകത്തോട്ട് ഇത് അറ്റത്ത് വെച്ച് കൊടുത്തിട്ട് ഇത് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു കോൺ ഷേപ്പിന് കിട്ടും. ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കേണ്ടത്. ഫുള്ള് ഇങ്ങനെ ചെയ്തെടുക്കുക ഫുള്ള് ഉള്ളത്, നമ്മൾ ആ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് ഈ ഒരു യെല്ലോ കളർ അടിച്ചെടുക്കുക. മേളിൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി, താഴോട്ട് അടിക്കണ്ട. എന്നാലും നമുക്കൊരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാം ഞാൻ ഇതേ കണക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ബേസായിട്ട് ചന്ദ്രിക്കേൻ്റെ സോപ്പ് പെട്ടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടി ഉണ്ടെങ്കിലും അതെടുക്കാം. ഞാനിപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പെയിൻറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇലേൻ്റെ അറ്റത്തോട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി താഴ്ത്തി കൊണ്ടുവന്ന് ഹോൾ ഇട്ട് കൊടുത്ത് ചിലപ്പോൾ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മേപ്പോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ കമ്പിറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഉള്ളിൽ സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.